എന്ന് പറയുന്നത് അതിന്റെ ഉടമയും അതിലെ തൊഴിലാളിയും ഒരാൾ തന്നെയാണ്. അങ്ങനെ പണിയെടുക്കുന്ന തൊഴിലാളി ഈ രാജ്യത്തിന് കൊടുക്കുന്ന വലിയ സംഭാവനയുണ്ട്. ഈ വാഹനം എടുക്കുമ്പോൾ മോട്ടോർ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കേണ്ട ടാക്സ് ഉണ്ട്, റോഡ് ടാക്സ്. പിന്നീട് അതിനെ തുടർന്ന് പെർമിറ്റ് എടുക്കാൻ വരുമ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടാക്സ് അടയ്ക്കേണ്ടി വരികയാണ്. ഇത് തുടങ്ങി സ്പെയർ പാർട്സ് അടക്കം ഇന്ധനമടക്കം വരുന്ന നിരവധിയായ മേഖലകളിൽ നികുതി കൊടുക്കുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളി. അതോടൊപ്പം തന്നെ ആ നികുതികൾക്ക് പുറമെ ഈ നാട്ടിലെ സാധാരണ ജനവിഭാഗങ്ങൾ കൊടുക്കേണ്ട നികുതി, വെള്ളക്കരം, വൈദ്യുതി, വീട്ടുകരം അടക്കം ആ നികുതികൾ കൂടി അടയ്ക്കുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. എന്ന് പറഞ്ഞാൽ രാജ്യത്ത് അതിന്റെ സമ്പദ്ഘടനയ്ക്കകത്ത് മറ്റേത് പൗരന്മാർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായുള്ള നികുതി കൊടുക്കുന്ന ജനവിഭാഗമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഒടുങ്ങാത്ത പ്രയാസങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു വിഭാഗമാണ് മോട്ടോർ രംഗത്തെ തൊഴിലാളികൾ. അതിനെതിരായിട്ടുള്ള വലിയ സമരങ്ങളാണ് ഇന്ത്യയെ രാജ്യം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വന്നു ഈ ഇന്ത്യ രാജ്യത്തെ ഈ രംഗത്തെ തൊഴിലാളികൾ. ഇന്ത്യൻ ഭരണകൂടം തന്നെ ആ സമരങ്ങളുടെ മുന്നിൽ വല്ലാതെ പതറിപ്പോകുന്ന അനുഭവമാണ്. ഈ രംഗത്ത് മോട്ടോർ രംഗത്തെ തൊഴിലാളികളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ നിശ്ചലമാക്കാൻ കഴിയുന്ന ഏറ്റവും കരുത്തുള്ള ഒരു പ്രസ്ഥാനമാണ്. മറ്റേതൊരു സംഘടന വിചാരിച്ചാലും ഈ രാജ്യത്തെ നിശ്ചലമാക്കാൻ കഴിയില്ല. ഈ രാജ്യത്തെ ചലനാത്മകമാക്കുന്ന എല്ലാ മേഖലകളെയും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന, യാത്രയുടെയാണെങ്കിലും ചരക്ക് ഗതാഗതത്തിന്റെ മാറ്റത്തിൻ്റെയോ ആണെങ്കിലും ഒക്കെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഈ രംഗത്തെ തൊഴിലാളികൾ വിചാരിച്ചാൽ ഈ രാജ്യം നിശ്ചലമാകും. നിശ്ചലമാക്കുക എന്ന സമരം അന്വർത്ഥമാക്കാൻ കഴിയുന്ന തൊഴിലാളികളാണ് മോട്ടോർ രംഗത്തെ തൊഴിലാളികൾ. വലിയ കരുത്തുള്ള തൊഴിലാളികളാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ രാജ്യത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി, സാമൂഹ്യമായ മുന്നേറ്റത്തിന് വേണ്ടി വലിയ പങ്കാണ് ഈ രാജ്യത്തെ തൊഴിലാളികൾ ഈ രംഗത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പരിഗണന കേന്ദ്ര ഭരണാധികാരികൾ പൊതുവിൽ നൽകുന്നില്ല. ഇത് ആ കേന്ദ്ര ഭരണാധികാരികൾ പൊതുവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതുവെ ഈ മേഖലകളാകെ ഈ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയാകെ ആഗോളവൽക്കരണ ശക്തികൾക്ക് അതിനെ ചൂഷണം ചെയ്യാൻ വിട്ടുകൊടുക്കുന്ന, അതുപോലെ തന്നെ ഏറ്റവും സമർത്ഥമായി മോട്ടോർ രംഗത്തെ ഉപയോഗിക്കുകയാണ്. വലിയ സമ്പത്തുൽപാദന മേഖലയാണ് ഇന്ത്യയിലെ മോട്ടോർ മേഖല. ആ മോട്ടോർ മേഖലയെ മറ്റ് മേഖലകളെ ആകെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള ആഗോള ധനമൂലധന ശക്തികൾക്ക് അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിച്ചത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ഇണങ്ങുന്ന നിലയിലല്ല.